Hello മക്കളെ, അപ്പോൾ നമ്മളുടെ +1 ബയോളജി എക്സാമിൽ നിങ്ങൾക്ക് ഒരു 55 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവും കൂടെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക. അപ്പോൾ ഇതിൽ നമ്മളെ എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. സോ ATR മിസ്സും സ്നേഹ മിസ്സും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ എൻ്റെ കുട്ടികൾ തീർച്ചയായിട്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ്, അതായത് സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പോൾ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ ഇതേ ഹൂ ഡിസ്കവേർഡ് ഗോൾഗി കോംപ്ലക്സ് അല്ലെ, ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ പേര് തന്നെ ഇവിടെ ഉണ്ട്, കാമില്ലോ ഗോൾഗി ആണ് അല്ലെ. പിന്നെ നമ്മളത് അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഓർഗനൽ വിച്ച് ഇസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് സെൽ. അപ്പോൾ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ. ഇനി ഹൂ പ്രപ്പോസ്ഡ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇത് തിരിച്ചും ചോദിക്കാറുണ്ട്, ഇവർ പ്രപ്പോസ് ചെയ്ത മോഡലിന്റെ പേര് എന്താണെന്ന രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ല്യൂക്കോപ്ലാസ്റ്റ് ഇൻ പ്ലാന്റ്സിൽ, നെയിം ദ ല്യൂക്കോപ്ലാസ്റ്റ് ദാറ്റ് സ്റ്റോർ പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ എല്യൂറോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് എമൈലോപ്ലാസ്റ്റ് ഉണ്ട്, പിന്നെ ല്യൂക്കോപ്ലാസ്റ്റും ഉണ്ട്, എമൈലോപ്ലാസ്റ്റും ഉണ്ട്, പിന്നെ ഇലിയോപ്ലാസ്റ്റും ഉണ്ട്. എമൈലോപ്ലാസ്റ്റ് കാർബോഹൈഡ്രേറ്റും ഇലിയോപ്ലാസ്റ്റ് ഓയിലും ഫാറ്റും ആണ് സ്റ്റോർ ചെയ്യുക. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടീലോസെൻട്രിക് ഒരിക്കലും മിഡിൽ അല്ല, മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി എവേ അല്ല, ആക്രോസെൻട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലോസ് ആയിട്ട് അതിൻ്റെ ടെയിൽ എൻഡിലെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അതാ ടെയിൽ എൻഡിനോട് അടുത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മുടെ ആക്രോസെൻട്രിക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഫൗണ്ട് ഇൻ ഓൾ സെൽസ്. നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനലാണ് നമ്മുടെ സ്വന്തം റൈബോസോം. അതിനെന്തില്ല, സെൽ മെംബ്രെയിൻ്റെ കവറിങ് ഇല്ല. ഇനി സെവറൽ റൈബോസോം മേ അറ്റാച്ച് ടു എ സിംഗിൾ mRNA. ഒരു സിംഗിൾ mRNAയുടെ മുകളിൽ ഒന്നിലധികം റൈബോസോംസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ അല്ലേ, പ്രോക്യാരിയോട്സിൽ മാത്രം കാണുന്ന ഈ ഒരു സ്ട്രക്ചറിന് എന്താ നമ്മൾ പറയുക, ഇതാണ് നമ്മളുടെ പോളിസോംസ് അല്ലെങ്കിൽ പോളി റൈബോസോംസ് എന്ന് പറയും. റെഡി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് റൈബോസോം ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ആൻഡ് റൈറ്റ് ദം ഇൻ പ്രോപ്പർ ഓർഡർ അല്ലെങ്കിൽ പ്രോപ്പർ കോളത്തിലാക്കി എഴുതാം. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് അല്ലേ, ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താം, ഡബിൾ മെംബ്രെയിൻ എന്ന് എഴുതാം. ഇനി ജോർജ് പാലഡ് കണ്ടുപിടിച്ചത് ഏതാണ്, റൈബോസോം ആണ് അല്ലേ. അപ്പോൾ ജോർജ് പാലഡ് നമുക്ക് ഇവിടെ എഴുതാം. പിന്നെ അടുത്തത് സാക്ക് ലൈക്ക് ആയിട്ടുള്ള തൈലക്കോയിഡ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ക്ലോറോപ്ലാസ്റ്റിനാണ്. അപ്പോൾ അതെ സാക്ക് ലൈക്ക് തൈലക്കോയിഡ്, സാക്ക് ലൈക്ക് തൈലക്കോയിഡ്. പിന്നെ 70S-ഉം 80S ഒക്കെ ആർക്കാണ്, റൈബോസോമിനാണ്. 70S 80S. റെഡി. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ചോദ്യം, ഗിവൺ ബിലോ ഇസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. ഈ സ്റ്റേജ് കണ്ട് പരിചയമുണ്ടോ അല്ലേ? ഏതാണെന്നാണ് സ്റ്റേജ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ രണ്ടാൾക്കാർ ഇങ്ങനെ ദൂരെ ദൂരെ പോകുന്ന ഈ ഒരു സ്റ്റേജാണ് നമ്മുടെ സ്വന്തം അനാഫേസ്. അടുത്തത്, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യുക, നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഷോർട്ടൻ ചെയ്യുക അല്ലേ, സ്പിൻഡിൽ ഫൈബേഴ്സ് ഷോർട്ടൻ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യും, സെൻട്രോമിയർ സ്പ്ലിറ്റ്, ക്രോമാറ്റിഡ്സ് separate and moves to opposite poles. അവരെന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഡയഗ്രാംസ് ഗിവൺ ബിലോ റെപ്രസെന്റിംഗ് ദ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. ഇത് 2019 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇതിൽ എയും ബിയും നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ബി നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, എയും ബിയും. ഇത് നമ്മുടെ മെറ്റാഫേസ് ആണ് അല്ലേ. എ നമ്മുടെ സെന്ററിലായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ വരിയായി നിരനിരയായി നിൽക്കുന്നതാണ് നമ്മുടെ മെറ്റാഫേസ് സ്റ്റേജ്. ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാഫേസ് ആണ്, അനാഫേസ്. ഓക്കെ. ഇനി അടുത്തത്, റൈറ്റ് 2 കീ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേജ്. രണ്ടിൻ്റെയും ഓരോ കീ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞാൽ അനാഫേസ് ഈ എഴുതിയ സെയിം സാധനം തന്നെയാണ്. സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു, ഷോർട്ടൻ ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ സെൻട്രോമിയർ അവർ ഷോർട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും. ബസ് ഇത് ഇവിടെ വെക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവുന്നു, ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവുന്നു, ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് മെറ്റാഫേസിന്റെ കാര്യം പറയുമ്പോൾ എന്താണ്, സ്പിൻഡിൽ ഫൈബേഴ്സ് attach at kinetochore. Kinetochore of chromosome എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ക്രോമസോംസ് അലൈൻ അറ്റ് ദി ഇക്വേറ്റർ.
chromosomes align at the equator. ഇക്വേറ്ററിൽ എന്ത് ചെയ്യുന്നു? ക്രോമസോംസ് ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നു. അതാണ് നമ്മുടെ മെറ്റാഫേസിന്റെ സ്റ്റേജസ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. ഈ സ്റ്റേജസ് മൈറ്റോസിസിന്റെ ഓരോ സ്റ്റേജസും ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ചോദ്യം ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. മിയോസിസ് 1ന്റെ പ്രോഫേസ് 1ലെ സബ് സ്റ്റേജസും അതിന്റെ ഈവൻസും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് സ്ഥിരമായിട്ട് വരാറുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമാണ്. സോ ആദ്യം ഡയാകൈനസിസ്. അപ്പോൾ ഡയാകൈനസിസ് ഏറ്റവും ലാസ്റ്റ് ആണ്. അപ്പോൾ എന്താണ്? ടെർമിനലൈസേഷൻ ഓഫ് കയസ്മാറ്റയാണ്. അടുത്തത് സൈഗോട്ടീൻ. അപ്പോൾ സൈഗോട്ടീൻ രണ്ടാമത്തെ സ്റ്റേജാണ്, പെയറിംഗ് നടക്കുന്ന സ്റ്റേജാണ്. പെയറിങ്ങിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയാം. ഇനി പാക്കറ്റീൻ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോസിംഗ് ഓവർ. ഡിപ്ലോട്ടീനിലാണെങ്കിൽ കയസ്മ ഫോർമേഷൻ, അതേപോലെ തന്നെ എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ഇനി അടുത്തത് ഒബ്സർവ് ദ ഫിഗർ ഓഫ് സെൽ സൈക്കിൾ, നെയിം ദ 2 ഫേസസ്. ഇവിടെ 2 ഫേസസ് ഏതൊക്കെയാണ്? എയും ബിയും. നമ്മുടെ നടുവിൽ എസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് എഴുതാം എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ G1 ഫേസ് ആണ്, ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ G2 ഫേസ് ആണ്. അടുത്തത് ഐഡന്റിഫൈ ദ സ്റ്റേജ് എ ആൻഡ് ബി ഓഫ് ദ സെൽ സൈക്കിൾ. ഓക്കെ, ഇത് സോറി മക്കളെ, ഇത് ബിയുടെ ആൻസർ ആണ്. ബിയുടെ ആൻസർ ആണ്. ഐഡന്റിഫൈ ദ സ്റ്റേജ് എ ആൻഡ് ബി ഓഫ് ദ സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ G1 ഫേസും G2 ഫേസും. നെയിം ദ 2 ഫേസസ് ഓഫ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. മിസ്സിന് ഇപ്പൊ പറ്റിയ പോലത്തെ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. നെയിം ദ 2 ഫേസസ് ഓഫ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇന്റർ ഫേസും എം ഫേസും ആണ് കേട്ടോ. ഇന്റർ ഫേസും എം ഫേസും ആണ്. റെഡി? ഓക്കെ, ഇനി നമ്മളിത് അടുത്ത ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ദ 4 സ്റ്റേജസ് ഓഫ് എം ഫേസ് ഓഫ് സെൽ സൈക്കിൾ ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. അപ്പം നമ്മുടെ എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോസിസ് ഫേസിന്റെ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതാൻ എപ്പോഴും ചോദിക്കും. അവിടെയാണ് നമ്മളുടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് PMAT എന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ പ്രോ മെറ്റ് ആൻഡ് ആന നെയിംഡ് ടീലോ ആലോചിക്കാം. അപ്പം നമ്മൾ ഏതൊക്കെയാണ് എഴുതുക? നമ്മുടെ പ്രോ ഫേസ്, ദെൻ നമ്മുടെ മെറ്റാഫേസ്, ദെൻ നമ്മുടെ ആനാഫേസ്, ദെൻ ടീലോഫേസ്. ഈ 4 സ്റ്റേജസ് കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതാം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ അടുത്ത ചോദ്യം. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മിയോസിസ് 1 ഓഫ് പ്രോഫേസ് 1 വിച്ച് ഇസ് ഫർദർ സബ് ഡിവൈഡഡ് ഇൻ ടു 5 ഫേസസ്. 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതാം. അപ്പോൾ അതിനെ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ എന്ന് പറയുമ്പോൾ മിസ് ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഏതാണ്? ലെപ്റ്റോസൈഗോന്റെ പാക്കറ്റിൽ കൈ ഡിപ്പ് ചെയ്തപ്പോൾ ഡൈ ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിറ്റിൽ സാറ പ്ലേസ് ഡ്രംസ് ഡെയിലി അത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്പ് ചെയ്തു ഡിപ്ലോട്ടീൻ, ഡൈ ആയി ഡയാകൈനസിസ്. ഓക്കെ, ഇനി ഐഡന്റിഫൈ ദ ഫേസ് ഇൻ വിച്ച് ക്രോസിംഗ് ഓവർ ഒക്കർ. ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്റ്റേജാണ് നമ്മുടെ പാക്കറ്റീൻ സ്റ്റേജിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഈവന്റ് നടക്കുന്നത്. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദ ഫേസ് ഓഫ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1 വിച്ച് ഇസ് ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ്. ആണ് നമ്മളിപ്പോൾ എഴുതി. ദാറ്റ് ഇസ് പാക്കറ്റീൻ. കണ്ടോ, ഇത് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ക്രോസിംഗ് ഓവർ റിസൾട്ട് ഇൻ വേരിയേഷൻ. അതായത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കുന്നത് കൊണ്ട് തന്നെ എലീൽസിന്റെ അറേഞ്ച്മെന്റിലും വ്യത്യാസം വരും. അപ്പോൾ അതെന്താണ്? റിസൾട്ട് ഇൻ വേരിയേഷൻ. നമുക്ക് വ്യതിയാനം കൊണ്ടുതരും. ആൻഡ് വേരിയേഷൻ റെസ്പോൺസിബിൾ ഫോർ എവല്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം. ദ റിയാക്ഷൻ സെന്റർ ഓഫ് ഫോട്ടോ സിസ്റ്റം. അല്ലെ, നമ്മുടെ ഫോട്ടോ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ ഫോട്ടോസിന്തസിസിൽ നിങ്ങൾക്ക് അറിയാം ഒരു റിയാക്ഷൻ സെന്റർ ഉണ്ട്. അയാളാണ് എന്ത് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. സോ ഏതാണ്? നമ്മുടെ സ്വന്തം ക്ലോറോഫിൽ എ ആണ് കേട്ടോ. ക്ലോറോഫിൽ എ. ഇനി നമ്മൾ അടുത്ത ചോദ്യം. അനലൈസ് ദ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇത് എൻ്റെ മക്കൾക്ക് വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടും. കാരണം ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. അതായത് നമ്മുടെ C3 പ്ലാന്റ്സിലും C4 പ്ലാന്റ്സിലും നിങ്ങൾക്ക് അറിയാം എന്താണ്? നമുക്ക് പ്രൈമറി ആക്സെപ്റ്റർ ഏതാണ്? കാർബോക്സൈലേഷൻ ചെയ്യുന്ന എൻസൈം പ്രൊഡക്റ്റ് ഏതാണ്? അത് ചോദിക്കാറുണ്ട്. സോ ഇവിടെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ RUBP ആണ് C3 പ്ലാന്റ്സിലെങ്കിൽ, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ് C4 പ്ലാന്റ്സിൽ. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് 3PGA 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. മറ്റേത് ഓക്സാലോ അസിറ്റിക് ആസിഡ് വെച്ച് 4 കാർബൺ കോമ്പൗണ്ട്. ആൻഡ് ലീഫ് അനാട്ടമി C3 പ്ലാന്റ്സിന് നോർമൽ ആണെങ്കിൽ ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് ലീഫ് അനാട്ടമി, ദാറ്റ് ഇസ് ക്രാൻസ് അനാട്ടമി ആണ്. ഇനി ഇതിന് എക്സാമ്പിൾ ഹിബിസ്കസ് ആണെങ്കിൽ ഇവിടെ മെയ്സ് അല്ലെങ്കിൽ സോർഗം പറയാം. മെയ്സ് ഓർ സോർഗം പറയാം.
റെഡി? ഇനി നമ്മൾ അടുത്ത ചോദ്യം, Calvin cycle or C3 cycle in photosynthesis have 3 stages. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിക്കാറുണ്ട്, ഡയഗ്രാം തന്നിട്ടോ തരാതെയോ ചോദിക്കാം. അപ്പോൾ ഐഡന്റിഫൈ ദ 3 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ആദ്യം കാർബോക്സൈലേഷൻ ആണ്. ആദ്യം കാർബോക്സൈലേഷൻ, രണ്ടാമത്തേതായിട്ട് റിഡക്ഷൻ, അങ്ങനെയാണ് നമ്മുടെ ട്രയോസ് ഫോസ്ഫേറ്റ് ഉണ്ടാക്കുന്നത്. മൂന്നാമത്തേതായിട്ട് റീജനറേഷൻ, നമ്മുടെ ആ ഒരു പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്ററിനെ റീജനറേറ്റ് ചെയ്യുന്നു. വിച്ച് ഇസ് ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ എന്ന് ചോദിച്ചാൽ നമ്മളിതാ തൊട്ട് മുന്നേ എഴുതിയില്ലേ, റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് RuBP is the primary carbon dioxide acceptor. ഇനി നെയിം ദ പിഗ്മെന്റ് ദാറ്റ് ഫോംസ് ദ റിയാക്ഷൻ സെന്റർ. റിയാക്ഷൻ സെന്റർ ആയിട്ട് ഫോം ചെയ്യുന്ന പിഗ്മെന്റ് ഏതാണ്? നമ്മുടെ സ്വന്തം ക്ലോറോഫിൽ A. Then name any accessory pigment involved in photosynthesis എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോറോഫിൽ B ഉണ്ട്, കെരോട്ടീനോയിഡ്സ് ഉണ്ട്, സാന്തോഫിൽസ് ഉണ്ട്. സാന്തോഫിൽസ് ഇതെല്ലാം തന്നെ എന്താണ്? നമ്മുടെ ആക്സസറി പിഗ്മെന്റ്സ് ആണ്. മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഒന്ന് അബ്സോർബ് ലൈറ്റ് വിത്ത് എ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് അല്ലേ? ഒന്നാമത്തതാണ് അബ്സോർബ് ലൈറ്റ് വിത്ത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു ആൻഡ് ഗിവ് ടു ആൻഡ് പാസ് ടു ക്ലോറോഫിൽ A. അത് ആർക്ക് കൊടുക്കും? ക്ലോറോഫിൽ A മോളിക്യൂളിലേക്ക് പാസ് ചെയ്യും. രണ്ടാമത്തേതായിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ട് ക്ലോറോഫിൽ A മോളിക്യൂൾ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. അതായത് ഭയങ്കര ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോറോഫിൽ A ഓക്സിഡൈസ്ഡ് ആയി പോകും. സോ പ്രൊട്ടക്ട് ക്ലോറോഫിൽ A ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. കാരണം ക്ലോറോഫിൽ A എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ ആളുണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ചോദ്യം, സം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് C3 ആൻഡ് C4 പ്ലാന്റ്സ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ C3 പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സും C4 പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സും എടുത്ത് എഴുതാനാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നമ്പർ കൊടുക്കാം, 1 2 3 4. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ. അപ്പം ക്രാൻസ് അനാട്ടമി ആബ്സെന്റ്. ക്രാൻസ് അനാട്ടമി ഇല്ലാത്തത് ആർക്കാണ്? C3 പ്ലാന്റ്സിനാണ്. അപ്പോൾ 1 നമുക്കിവിടെ നമ്പർ ചെയ്യാം. ലാക്ക് ഫോട്ടോ റെസ്പിറേഷൻ. ഫോട്ടോ റെസ്പിറേഷൻ ഇല്ലാത്തത് ആർക്കാണ്? C4 പ്ലാന്റ്സിനാണ്. അവർക്ക് എന്തില്ല? ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇസ് PGA. അത് നമ്മുടെ C3 പ്ലാന്റ്സിനാണ്. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ PEP C4 പ്ലാന്റ്സിനാണ്. നിങ്ങൾ ഇങ്ങനെ നമ്പർ ഇടാൻ പാടില്ല, നിങ്ങൾ അത് എടുത്ത് എഴുതണം. C3 പ്ലാന്റ്സ് C4 പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എഴുതണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം, നെയിം ദി എൻസൈം present in plants which show carboxylation and oxygenation activity. രണ്ട് ആക്ടിവിറ്റിയും കാണിക്കുന്നത്, കാർബോക്സൈലേഷൻ ആക്ടിവിറ്റി ഉണ്ട്, ഓക്സിജനേഷൻ ആക്ടിവിറ്റി ഉണ്ട്. ആരാ? നമ്മുടെ റുബിസ്കോ ആണ് അല്ലേ? റുബിസ്കോ. സോ നമ്മൾ എന്ത് പറയും? റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സൈലേസ് ഓക്സിജനേസ്. കാർബോക്സൈലേസ് ഓക്സിജനേസ് അതാണ് നമ്മുടെ എൻസൈം. ദെൻ അടുത്തത് ഡിഫൈൻ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റൈറ്റ് 2 എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഡയറക്ട്ലി എഫക്ട് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ആദ്യം ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടറിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒന്നിലധികം ഫാക്ടേഴ്സിൽ ഇൻഫ്ലുവൻസ്ഡ് ആണെങ്കിൽ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ ദ ഫാക്ടർ വിച്ച് ഇസ് മിനിമം. Okay, so if in a chemical reaction, if a chemical reaction is influenced by more than one factor, then the rate of reaction will be determined by the factor which is near to minimal. ഏറ്റവും മിനിമം ഉള്ളത് ആരാണോ അയാളായിരിക്കും എന്ത് ഡിറ്റർമൈൻ ചെയ്യുക? നമ്മുടെ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിറ്റർമൈൻ ചെയ്യുക. ഇവിടെ നമ്മൾ ഫോട്ടോസിന്തസിസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഏതൊക്കെയാണ് രണ്ട് ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഫാക്ടറാണ്, ലൈറ്റ് ഒരു ഫാക്ടറാണ്, പിന്നെ നമുക്ക് ടെമ്പറേച്ചർ, വാട്ടർ എല്ലാം പറയാം. ഇപ്പം രണ്ടെണ്ണം ചോദിച്ചോളൂ, നമ്മൾ തൽക്കാലം രണ്ടെണ്ണം എഴുതി. ഇനി ആസ്മ ആൻഡ് എംഫൈസീമ ആർ 2 ഡിസോർഡേഴ്സ് ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. മെൻഷൻ ദിയർ കോസ് ആൻഡ് സിംപ്റ്റംസ്. അപ്പം നമ്മൾ ആസ്മയുടെ കോസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ആസ്മയുടെ
കോസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ. ബ്രോങ്കൈൻ്റെയും ബ്രോങ്കിയോളിൻ്റെയും ഇൻഫ്ലമേഷൻ ആണ് എന്തിന് കാരണം? ആസ്മയ്ക്ക് കാരണം. ഇനി അതിൻ്റെ സിംറ്റം. ഓക്കെ, സിംറ്റം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക? വീസിങ് ആണ് ഉണ്ടാവുക, വലിവ്, വീസിങ്. നമുക്ക് എന്ത് ചെയ്യാല്? ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ദെൻ നമ്മുടെ എംഫൈസീമ. എംഫൈസീമയുടെ കാരണം എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. സിഗരറ്റ് സ്മോക്കിംഗ് ആണ് മെയിൻ കാരണം. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആൽവിയോളാർ വാൾസ് ഡാമേജ് ആവുന്നു. ആൽവിയോളാർ വാൾസ് ഡാമേജ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? റെസ്പിറേറ്ററി സർഫേസ് ഏരിയ ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണ് ഉണ്ടാവുക? നമുക്ക് പ്രോപ്പർ ആയിട്ട് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കില്ല. നോ പ്രോപ്പർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. അപ്പോൾ എന്താണ്? നമ്മളുടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടന്നിട്ടില്ലെങ്കിൽ സെൽസിന് ഓക്സിജൻ കിട്ടൂല. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മൾക്ക് എനർജി ലോ ആവും. ലോ എനർജി ഉണ്ടാകും. ഓക്കെ, ആൽവിയോളാർ സർഫേസ് ഏരിയ ഡിക്രീസ് ചെയ്യും. പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. നമ്മൾ എത്ര എടുത്തിട്ടും നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ വീണ്ടും ബ്രീത്ത് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ എപ്പോഴും ഈ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏതാണ്? നമ്മുടെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് ആണ്. അടുത്തത്, വാട്ട് ആർ ദ 4 ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ? ഓക്സിജന്റെ ഹീമോഗ്ലോബിനെയും ബൈൻഡിങ്ങിനെ എഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഫാക്ടേഴ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ ഫോർമേഷനോ ഡിസോസിയേഷനോ ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ partial pressure of oxygen, partial pressure of carbon dioxide, then temperature, then hydrogen ion concentration. Okay, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ടൈഡൽ വോളിയം, റെസിഡ്യുവൽ വോളിയം, വൈറ്റൽ കപ്പാസിറ്റി. ഇങ്ങനെ ഏത് വോളിയവും അതേപോലെ തന്നെ ഏത് കപ്പാസിറ്റിയും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാറ്റിൻ്റെയും ജസ്റ്റ് പഠിച്ചു വെക്കണം. സോ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് എയർ inspired or expired during normal respiration. ഒരു നോർമൽ റെസ്പിറേഷനിൽ ഒരാൾ ഇൻസ്പയർ ചെയ്യുന്നതോ എക്സ്പയർ ചെയ്യുന്നതോ ആയിട്ടുള്ള വോളിയം ഓഫ് എയർ ഏകദേശം 500 ml ആണ് വരിക. ആൻഡ് റെസിഡ്യുവൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം റിമെയിൻ ഇൻ ദ ലങ്സ്. വോളിയം ഓഫ് എയർ എന്ന് എഴുതണേ. വോളിയം ഓഫ് എയർ remain in the lungs even after forceful expiration. ശേഷവും നമ്മുടെ ലങ്സിൽ റിമെയിൻ ചെയ്യുന്ന ആ ഒരു വോളിയം ഓഫ് എയറിനെയാണ് നമ്മൾ എന്ത് പറയാം? റെസിഡ്യുവൽ വോളിയം. ഇനി വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വോളിയം ഓഫ് എയർ a person can inspire after forceful expiration. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പയറേഷന് ശേഷം ഒരാൾക്ക് മാക്സിമം എത്ര എടുക്കാം എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഫുള്ളി എത്ര എടുക്കാം. ഇത് തന്നെ തിരിച്ചും പറയാം. മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ. രണ്ട് സ്ഥലവും മാക്സിമത്തിലാണെന്നേ ഉള്ളൂ. മാക്സിമം ഇൻസ്പിറേഷന് ശേഷം മാക്സിമം എക്സ്പയർ ചെയ്യുന്നത് എത്ര, അതേപോലെ മാക്സിമം എക്സ്പയറേഷന് ശേഷം മാക്സിമം ഇൻസ്പയർ ചെയ്യുന്നത് എത്ര. ഓക്കെ, ഇനി അടുത്തത്, സൈനോഏട്രിയൽ നോഡ് ഇസ് കോൾഡ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താണ്? SA node initiate and maintain the rhythmic contractile activity of heart. നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു റിതമിക് ആയിട്ടുള്ള കോൺട്രാക്ടൈൽ ആക്ടിവിറ്റി, കോൺട്രാക്ഷൻ, റിലാക്സേഷൻ, അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് SA നോഡിന് എന്ത് പറയുന്നത്? പേസ് മേക്കർ എന്ന് പറയുന്നത്. ഇനി ഡിഫൈൻ കാർഡിയാക് സൈക്കിൾ ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട്. സോ ആദ്യം നമുക്ക് കാർഡിയാക് സൈക്കിൾ പറയാം. കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ഈവൻസ് ആണ്. സീക്വൻഷ്യൽ ഈവൻസ് ഓഫ് ഹാർട്ട് which are cyclically repeated.
which are cyclically repeated. നമ്മുടെ ഹാർട്ടിൽ നടക്കുന്ന സീക്വൻഷ്യൽ ആയിട്ടുള്ള ഈവൻസ് ആണ്. അത് എന്ത് ചെയ്യുന്നില്ല, ഒരു തവണ ചെയ്തിട്ട് നിർത്തുന്നില്ല, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? which include systole and diastole of both atria and ventricle. Both atria and ventricle. വെൻട്രിക്കിളിൻ്റെയും അതേപോലെ തന്നെ ഏട്രിയത്തിൻ്റെയും കോൺട്രാക്ഷനും റിലാക്സേഷനും അതിൽ ഇൻക്ലൂഡ് ആവും. ദെൻ കംസ് കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ടും ഉണ്ട് മക്കളെ, സ്ട്രോക്ക് വോളിയം ഉണ്ട്. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പം ഒരു മിനിറ്റിലാണ്. കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കാർഡിയാക് സൈക്കിൾ, അതായത് ഒരു 0.8 സെക്കൻഡ്സിൽ എത്ര വോളിയം ഓഫ് ബ്ലഡ് പുറത്തേക്ക് പോകുന്നു, അതാണ് സ്ട്രോക്ക് വോളിയം. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ. ഓക്കെ, വോളിയം ഓഫ് ബ്ലഡ് pumped by ventricle per minute. അത് ഏകദേശം എത്രയാണ്? സ്ട്രോക്ക് വോളിയം 70 ml ആണ്, ഇൻറ്റു ഹാർട്ട് റേറ്റ്, ദാറ്റ് ഇസ് 5040 ml, ഏകദേശം 5 ലിറ്റർ. Okay, then അടുത്ത question, blood coagulation is a mechanism to prevent the excessive loss of blood. Identify the enzyme help in the conversion of fibrinogen. Inactive fibrinogen conversion കാരണമായ enzyme ആണ് thrombin. Mention the role of thrombokinase എന്ന് പറഞ്ഞാലോ, thrombokinase ആണ് എന്ത് ചെയ്യുന്നത്? Thrombokinase convert prothrombin, inactive ആയിട്ടുള്ള prothrombine എന്താക്കി മാറ്റുന്നു? ആക്റ്റീവ് ആയിട്ടുള്ള thrombin ആക്കി മാറ്റുന്നു. Okay, so it convert inactive prothrombin into active thrombin. Okay, ഇനി which ion is necessary for blood clotting? ഏതാണ് നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടത്? കാൽഷ്യം 2+ ആണ്. ഏത് വൈറ്റമിൻ ആണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ K ആണ്. Then what is ECG? Draw a standard ECG and explain the different waves in it. അപ്പോൾ what is ECG എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? Electrocardiogram. Okay, then draw a standard ECG and explain different waves എന്ന് പറഞ്ഞാൽ standard ECG ഇതാ, കുഞ്ഞ് വേവ് ആണ് ആദ്യം, then depression, then ഇത്, then വീണ്ടും ഇത്. സോ ഇവിടെ P വേവ് ഉണ്ട്, QRS കോംപ്ലക്സ് ഉണ്ട്, then T വേവ് ഉണ്ട്. അതിൽ P വേവ് എന്ന് പറഞ്ഞാൽ ഓറിക്കുലാർ ഡീപോളറൈസേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഏട്രിയൽ എക്സൈറ്റേഷൻ. And QRS complex എന്ന് പറഞ്ഞാൽ ventricle depolarization. And T wave എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻട്രിക്കിളിന്റെ റീപോളറൈസേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെന്ത് പറയാം? P വേവിന് ഏട്രിയത്തിന്റെ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ വിച്ച് ഫോളോഡ് ബൈ ഏട്രിയം സിസ്റ്റോൾ. ആൻഡ് QRS കോംപ്ലക്സ് വെൻട്രിക്കിളിന്റെ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് വെൻട്രിക്കിൾ എന്ന് പറയാം. T വേവ് ആണെന്നുണ്ടെങ്കിൽ റിലാക്സേഷൻ ആണ്. ഓക്കെ, ദെൻ നെയിം ദ ടിഷ്യൂസ് A and B. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ A and B? ഇതാണ് B, ഇതാണ് A. ഓക്കെ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ SA നോഡാണ്, ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ AV നോഡാണ്. അടുത്തത്, among these which one is referred to as pacemaker and why? അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത് തന്നെയാണ്. ഇതിലെ പേസ്മേക്കർ എന്ന് പറയുന്നത് SA നോഡാണ്. വൈ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഉത്തരം തന്നെ, കാരണം ഇറ്റ് ഇനീഷ്യേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ റിതമിക് കോൺട്രാക്ടൈൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി തുടങ്ങി വെക്കാനും അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ പറ്റുന്നതുകൊണ്ടാണ് അതിനെ പേസ്മേക്കർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ, നമ്മുടെ ബ്ലഡ് സെൽസും അവരുടെ ഫങ്ഷൻസും മാച്ച് ചെയ്യുക എന്നുള്ളത്. സോ നോക്കിക്കോ, ന്യൂട്രോഫിലിൻ്റെ എമൗണ്ട് ഏറ്റവും കൂടുതലുള്ള ആളാണല്ലേ, 60 to 65% കാണുന്ന ആളാണ്. ഇയാളാണ് എന്ത് ചെയ്യുന്നത്? ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നത്. സോ ഫാഗോസൈറ്റോസിസ്. ആൻഡ് ബേസോഫിൽ ഏറ്റവും കുറവാണ്, 0.5 to 1%. പക്ഷേ ഹിസ്റ്റമിൻ, സെറട്ടോണിൻ, ഹെപ്പാരിൻ ഒക്കെ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈസിനോഫിൽ ആണെന്നുണ്ടെങ്കിൽ അലർജിക് റിയാക്ഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന 2 to 3% ഉള്ളൂ. ലിംഫോസൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 20 to 25% ഉണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് കാരണമാണ് അല്ലേ. പിന്നെ ഇതിലിപ്പോൾ വരാത്തതാരാണ്? നമ്മുടെ വരാത്തതാരാണ്? ഈസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ് എഗെയിൻ ഫാഗോസൈറ്റോസിസ് തന്നെയാണ്. അടുത്തത്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് കാർഡിയാക് ഇമ്പൾസ് ഫ്രം ദ ടേംസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ SA നോഡ് ഉണ്ട്. SA നോഡിൽ നിന്ന് തുടങ്ങുന്നത് AV നോഡാണ്. AV നോഡിൽ നിന്ന് വരുന്നത് ബണ്ടിൽ ഓഫ് ഹിസ് ആണ്.
ബണ്ടിൽ ഓഫ് ഹിസ്സിൽ നിന്ന് വരുന്നത് പുർക്കിൻജെ ഫൈബേഴ്സ് ആണ്. പുർക്കിൻജെ ഫൈബേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഫ്ലോ ഇത്രയേ ഉള്ളൂ. കാരണം എസ് എ നോട്, എ വി നോട്, ബണ്ടിൽ ഓഫ് ഹിസ്, അതാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിലൊക്കെ ബണ്ടിൽ ഓഫ് ഹിസ്സിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ പുർക്കിൻജെ ഫൈബേഴ്സ് പോകുന്നു. എ വി ബണ്ടിലും പിന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിലും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെൻട്രിക്കിളും കൂടെ ചേർത്താം. കാരണം പുർക്കിൻജെ ഫൈബേഴ്സ് ഉള്ളത് വെൻട്രിക്കിളിലാണ്. അതും അല്ലാന്നുണ്ടെങ്കിൽ പുർക്കിൻജെ ഫൈബേഴ്സിന് മുൻപ് വെൻട്രിക്കിൾ വെക്കാം. ഇനി എക്സ്പ്ലെയിൻ 3 steps ഇൻ യൂറിൻ ഫോർമേഷൻ. യൂറിൻ ഫോർമേഷൻ്റെ 3 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ അൾട്രാ ഫിൽട്രേഷൻ. അൾട്രാ ഫിൽട്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോമെറുലസിൽ എന്തുണ്ടാകും? പ്രഷർ ഡെവലപ്പ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് എഫറന്റ് വെസൽ ആൻഡ് ഇഫറന്റ് വെസൽ. എഫറന്റ് ആർട്ടീരിയോളിൻ്റെയും ഇഫറന്റ് ആർട്ടീരിയോളിൻ്റെയും ഡയമീറ്ററിലുള്ള ഡിഫറൻസ് കാരണം ഗ്ലോമെറുലസിൽ പ്രഷർ ഉണ്ടാകും. ദിസ് പ്രഷർ കോസ് ദ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് and form glomerular filtrate. Okay, ഇനി രണ്ടാമത്തേതാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ this glomerular filtrate contain everything, that is water, amino acid, glucose, vitamins, minerals, everything. So 70 to 80% of electrolytes and water, പിന്നെ നമ്മുടെ എന്താ പറയുക, glucose, amino acid, everything is reabsorbed back into blood. Mainly it occurs in the proximal convoluted tubule. Then comes മൂന്നാമത്തെ സ്റ്റെപ്പ്, that is secretion. Secretion എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to maintain ionic and pH balance of the body, blood secrete some non-essential ions like H+, K+, NH3 back into filtrate. Okay, then the functioning of the kidney is effectively monitored and regulated by hormonal feedback mechanism involving hypothalamus, JGA to certain extent. Explain the role of JGA in regulation of kidney function. JGA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ juxtaglomerular apparatus ആണ്. ഇതെന്താ ചെയ്യുക? when glomerular filtrate rate കുറയുമ്പോൾ JG cells stimulated. ഈ JG cells എന്ത് ചെയ്യുന്നു? it secrete renin. renin എന്ത് ചെയ്യുന്നു? this convert angiotensinogen to angiotensin 1. ഈ 1 എന്തായിട്ട് മാറും? angiotensin 2. ഇങ്ങനെ ഫ്ലോ ചാർട്ട് ആയിട്ട് എഴുതിയാലും മതി കേട്ടോ. angiotensin 2 is a vasoconstrictor. vasoconstrictor ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് കുറച്ച് പൊക്കി എഴുതട്ടെ. vasoconstrictor ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് മായ്ക്കുന്നുണ്ടേ മിസ്സ. vasoconstriction ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റും ഇൻക്രീസ് ചെയ്യും. പിന്നെ ഈ ആൻജിയോടെൻസിൻ 2 വേറൊരു കാര്യം കൂടി ചെയ്യും, എഡ്രീനൽ കോർട്ടെക്സിൽ പോകും. എഡ്രീനൽ കോർട്ടെക്സിൽ പോയി കഴിഞ്ഞാൽ ആൽഡോസ്റ്റിറോൺ സെക്രീറ്റ് ആവും. ആൽഡോസ്റ്റിറോൺ എന്താ ചെയ്യാം? ആൽഡോസ്റ്റിറോൺ നേരെ നമ്മുടെ DCTയിലേക്ക് വരും. DCTയിൽ വെച്ച് സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും റീഅബ്സോർപ്ഷൻ, സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും റീഅബ്സോർപ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കും? ബ്ലഡ് പ്രഷർ കൂടും, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടും. Then അടുത്തത് vasopressin is also called anti-diuretic hormone. Justify. അതിനെന്താണ് കാരണം? Because when body fluid volume decreases, അപ്പോൾ എന്താ സംഭവിക്കുക? ഓസ്മോ റിസെപ്റ്റേഴ്സ് അല്ലെ, ഓസ്മോളാരിറ്റി കൂടും. ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോളാരിറ്റി കൂടും. അപ്പോൾ ഓസ്മോ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് and send signal എങ്ങോട്ടേക്ക്? സിഗ്നൽ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ എന്ത് ചെയ്യും? ഹൈപ്പോതലാമസ് സെക്രീറ്റ് ADH, antidiuretic hormone. This reabsorb water from DCT, distal convoluted tubule and collecting duct, thus prevent diuresis. ഡയൂറസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിനിലൂടെ ഒത്തിരി വെള്ളം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയൂറസിസ്. അപ്പോൾ ഡയൂറസിസ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് ബൈ റീഅബ്സോർബിംഗ് വാട്ടർ ഫ്രം കളക്ടിംഗ് ഡക്ട് ആൻഡ് DCT. അതുകൊണ്ടാണ് ഇതിനെ ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂറിക്കോടെലിക് ആൻഡ് യൂറിയോടെലിക് ആനിമൽസ്. സംഭവം എന്താ? യൂറിക്കോടെലിക് എന്ന് പറയുമ്പോൾ യൂറിക് ആസിഡ് ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ യൂറി ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ലെസ് ടോക്സിക് ആണ്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ മോർ ടോക്സിക് കമ്പയർഡ് ടു യൂറിക് ആസിഡ്.
more toxic compared to uric acid. യൂറിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ മോർ ടോക്സിക് ആണ്. ഇനി ആരിലൊക്കെയാണ് കാണുന്നതെന്ന് ഒരു 2-3 എക്സാമ്പിൾ എഴുതാം. ഇത് മാമൽസിൽ യൂറിയാണ്, അതേപോലെ തന്നെ ഫ്രോഗിൽ യൂറിയാണ്. ഇതാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ബോണി ഫിഷസിൽ അല്ല, അത് ഇൻസെക്ട്സിലാണ്, അല്ല ഐ മീൻ അമോണിയയിലാണ്. ബേർഡ്സിലുണ്ട്, അതുപോലെ ഇൻസെക്ട്സിലുണ്ട്, ദെൻ റെപ്റ്റൈൽസിലുണ്ട്. മെയിൻ ആയിട്ടുള്ള ആൾക്കാരെയും കൂടി എഴുതിയാൽ പണി കഴിഞ്ഞു. ദെൻ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ബോക്സിലുള്ളതിൽ നിന്ന് സ്യൂട്ടബിൾ ടേംസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഓരോന്നിനും ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നോക്കിക്കേ മക്കളെ, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, യുറീമിയ. ദെൻ ഇൻസോളിബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് ഇൻ ദ കിഡ്നി, അതാണ് നമ്മുടെ കിഡ്നി സ്റ്റോൺ, റീനൽ കാൽക്കുലി എന്ന് പറയും, റീനൽ കാൽക്കുലി അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ. ദെൻ സർജിക്കൽ മെത്തേഡ് ഓഫ് കറക്ഷൻ ഓഫ് റീനൽ ഫെയിലിയർ എന്താ പറയുക, കറക്റ്റ് ചെയ്യുന്നതാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമെറുലൈ ആണ് നമ്മൾ എന്ത് പറയുക, ഗ്ലോമെറുലോ നെഫ്രൈറ്റിസ്. സിമ്പിൾ. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഈ ചാപ്റ്ററിന് കൂടുതൽ നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് ടേമിലുള്ള കുറച്ച് ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തീർച്ചയായിട്ടും നമ്മുടെ ഫൈലം കോർഡിനേറ്റിനെ വരും. ഈ ഫിഗർ നോക്കിയിട്ട് പാർട്സ് ലേബൽ ചെയ്യാൻ പറഞ്ഞാൽ എ ഏതാ മക്കളെ, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ ഉള്ള ആളെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡോർസൽ നെർവ് കോഡാണ്, പുറമേ ഉള്ളത് ഏതാണ്, ഡോർസൽ നെർവ് കോഡാണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഉള്ളിലുള്ള നോട്ടോ കോഡ് എന്ന് പറയുന്നത്. ആൻഡ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിൽ സ്ലിറ്റ്സ് ആണ്, ഗിൽ സ്ലിറ്റ്സ്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ആണ്. ആൻഡ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് എയ്നൽ ടെയിൽ ആണ്. അപ്പോൾ മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇതാ, ഇതേപോലത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് മിസ് വെച്ചതാണ്, ഇത് തന്നെ വരുമെന്നല്ല. ഇതുപോലെ നമുക്ക് കുറേ ഫൈലംസ് ഉണ്ടല്ലോ, അപ്പോൾ ഫൈലംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നിട്ട് അത് ഏത് ഫൈലം ആണെന്ന് എഴുതാൻ പറയാം, അല്ലെങ്കിൽ ഫൈലം തന്നിട്ട് അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എഴുതാൻ പറയാം, അല്ലെങ്കിൽ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ, റെസ്പിറേറ്ററി ഓർഗൻ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. സോ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഫൈലത്തിൻ്റെ പേരാണ് ചോദിച്ചത്. അപ്പോൾ റാഡിലുള്ളത് ആർക്കാണ്, നമ്മുടെ സ്വന്തം മൊലസ്ക, അവരുടെ റാസ്പിംഗ് ഓർഗൻ ആണ്. പിന്നെ നമ്മുടെ പാരപ്പോഡി ഉള്ളത് നമ്മുടെ അനിലിഡ, അനിലിഡയുടെ എന്താണ്, ലോക്കോമോഷൻ ആണ്. ദെൻ കോംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീനോഫോറ, ടീനോഫോറയുടെ എന്താണ്, ലോക്കോമോട്ടറി ഓർഗൻ തന്നെയാണ്. ആൻഡ് കാൽക്കാരിയസ് ഓസിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കൈനോഡെർമേറ്റ, ഇത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരാളാണ് നമ്മുടെ സീലൻഡ്രേറ്റ, അവർക്ക് കാൽഷ്യം കാർബണേറ്റിന്റെ എന്താണ് പവിഴപ്പുറ്റുകളൊക്കെയാണുള്ളത് കേട്ടോ. ഇനി ഐഡന്റിഫൈ ദ സ്ട്രക്ചർ, നമ്മുടെ സ്വന്തം നിഡോബ്ലാസ്റ്റ്, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആൻഡ് ഏതാണ് ഫൈലം എന്ന് വെച്ചാൽ നമ്മുടെ സീലൻഡ്രേറ്റ. അടുത്തത് നമ്മുടെ ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അറ്റാച്ച്മെന്റ് എതേർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, അതുപോലെ ഹൂക്കായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രേ ക്യാപ്ചർ, ഡിഫെൻസ്, പിന്നെ നമ്മളുടെ ആൻകറേജ് അല്ലേ, ഹൂക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളതാ ക്ലാസിക് ക്വസ്റ്റ്യൻ, ഓസ്റ്റിക്ടീസും കോൺട്രിക്ടീസും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ പോയിന്റ്സിൽ നമ്മുടെ എൻഡോസ്കെലട്ടൺ പറയാം, ഒന്ന് കാർട്ടിലേജ്, ഒന്ന് ബോണി, മൗത്തിൻ്റെ പൊസിഷൻ, ഒന്ന് ടെർമിനൽ, ഒന്ന് വെൻട്രൽ, ഒന്ന് ടെർമിനൽ. പിന്നെ നമ്മുടെ സ്കെയിൽസ്, പ്ലാക്കോയിഡ്, സൈക്ലോയിഡ്. പിന്നെ നമ്മുടെ ആരൊക്കെയാണ് എന്താ പറയുക, ഓപ്പർക്കുലം ഉള്ളത്, ഓപ്പർക്കുലം ഉണ്ട്, എയർ ബ്ലാഡർ ഉണ്ട്, ഓപ്പർക്കുലം ഇല്ല, എയർ ബ്ലാഡറും ഇല്ല. ഇവർ മോസ്റ്റ്ലി എന്തായിരിക്കും, വിവി പാരസ് ആയിരിക്കും, ഇവർ മോസ്റ്റ്ലി വിവി പാരസ് ആയിരിക്കും. മുട്ടയിടുന്നവർ, അതായത് നമ്മുടെ ഓസ്റ്റിക്ടീസ് എല്ലാം തന്നെ മിക്കവാറും ഒവി പാരസ് ആയിരിക്കും, അതുകൊണ്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആയിരിക്കും. നമ്മുടെ കോൺട്രിക്ടീസ് മിക്കവാറും വിവി പാരസ് ആയിരിക്കും, അതുകൊണ്ട് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആയിരിക്കും. ഇവർ കൂടുതൽ എന്താണ്, നമുക്ക് ഫ്രഷ് വാട്ടറിലും മെറൈനിലും കാണാം, ഇവർ എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആയിരിക്കും. പിന്നെ നമ്മുടെ ഫംഗൈയുടെ കാര്യത്തിലാണെങ്കിൽ ഫൈക്കോമൈസെറ്റ്സ്, അതാണ് നമ്മുടെ ആൽബം സോങ്ങിന് നല്ല റൈം ഉണ്ട്, അപ്പോൾ റൈസോപ്പസ്. ആസ്കോമൈസെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതാണ്, അഗർ വെച്ചിട്ട് ഐസ്ക്രീം അല്ല നമ്മുടെ പഫ്സ് ആണ് ഉണ്ടാക്കിയത്, അപ്പോൾ അത് ബെസിഡിയോമൈസെറ്റ്സ് ആണ്. ആസ്കോമൈസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ആസിഫ് ന്യൂ പെന്ന് വാങ്ങിയിട്ട്, അപ്പോൾ പെനിസിലിയം. ഡ്യൂട്ടറോമൈസെറ്റ്സ് നമ്മുടെ ഓൾട്ടർനേരിയ, ട്രാൻഡ്രം കളക്ടർ ഓൾട്ടർനേറ്റ് ആണ്, അപ്പോൾ ഓൾട്ടർനേരിയ. ആൻഡ് സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡയറ്റംസിനാണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുക. റൈറ്റ് 22 യൂസസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ പോളിഷിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്, filtration of oils and syrups. Then brief notes of thermoacidophiles and halophiles എന്ന് പറഞ്ഞാൽ, halophiles എന്ന് പറയുമ്പോൾ സോൾട്ട് ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്, സോൾട്ട് ലവിങ് ബാക്ടീരിയ. ഇതൊരു ആർക്കി ബാക്ടീരിയയുടെ കാറ്റഗറിയിൽ വരുന്ന ഒരാൾ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ തെർമോഅസിഡോഫൈൽസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ആൻഡ് അസിഡിറ്റി ടോളറൻസ് ഉള്ളവരാണ്. അവരാണ് എവിടെയാണ് കൂടുതലായിട്ട് കാണുക, നമ്മുടെ സൾഫർ സ്പ്രിംഗ് അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിങ്ങിലൊക്കെ കാണും.
ഹോട്ട് സ്പ്രിങ്ങിലൊക്കെ കൂടുതലായിട്ട് കാണുന്നതാണ്. ഇതും ഒരു ആർക്കി ബാക്ടീരിയ ടൈപ്പ് ആണെന്ന് എഴുതാൻ മറക്കരുത്. ഇനി യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മുടെ ടാക്സൺ. ഇനി എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇത് കറക്റ്റ് ഓർഡർ ആക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിങ്ഡം, ഓക്കെ, ദെൻ ഫൈലം, ദെൻ ക്ലാസ്, ദെൻ ഓർഡർ, ദെൻ നമ്മുടെ ഫാമിലി, ജീനസ്, സ്പീഷീസ്. കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. ഇത് മിസ് ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് മിസ് കുറച്ചൊന്ന് ഓടിച്ച് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ മക്കൾ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അത് ATR മിസ്സും സ്നേഹ മിസ്സും പറഞ്ഞു തരുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി ATR മിസ്സും സ്നേഹ മിസ്സും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കൂടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും കേട്ടോ. ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ +1 ഏറ്റവും അധികം നല്ല മാർക്ക് തന്നെ വാങ്ങാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ അടിപൊളി മാരത്തോൺ ഇന്ന് നടക്കുന്നുണ്ട്. ദെൻ അതിന് മുന്നായിട്ട് നമ്മൾ ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് നടത്താമെന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വേഗം ഒന്ന് ഓടിച്ച് നോക്കി പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ലെവൽ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ഇൻ ദ ഗിവൺ ഡയഗ്രാം. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഡയഗ്രത്തിൽ ആ ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ് മക്കളെ? ഇവിടെ നമുക്ക് ആ പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതാണ്? ടേർഷ്യറി സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി അടുത്തത്, നെയിം ദ 2 ലെവൽസ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ വിച്ച് ആർ നോട്ട് 3 ഡയമെൻഷണൽ. 3 ഡയമെൻഷണൽ അല്ലാത്ത 2 പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? 3 ഡയമെൻഷണൽ അല്ലാത്ത പ്രോട്ടീൻ സ്ട്രക്ചർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ പ്രൈമറിയും പറയാനും പറ്റും, അതേപോലെ തന്നെ ഇത് പറയാൻ പറ്റും. പ്രൈമറിയും സെക്കൻഡറി ആണ് എന്ത് 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ആൾക്കാർ. അവർ രണ്ടുപേരും എന്തല്ല 3 ഡയമെൻഷണൽ അല്ല. ഇനി ഗിവ് an example for protein having quaternary structure and justify your answer. അതായത് ക്വാട്ടേണറി സ്ട്രക്ചറുള്ള ആൾക്കാർ ഒരു പ്രോട്ടീൻ ഒരു എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഹീമോഗ്ലോബിൻ ആണ് എക്സാമ്പിൾ. ഓക്കെ, ഇനി കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ അതായത് പ്രോട്ടീൻ ഈ നമ്മുടെ ക്വാട്ടേണറി സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ കൂടി ചേരാണ് അല്ലേ. അതായത് എന്താണ്? നമ്മുടെ ഹീമോഗ്ലോബിൻ ഹാസ് 2 അല്ലേ 2 ആൽഫ യൂണിറ്റും അതേപോലെ തന്നെ എന്താണ് 2 ബീറ്റ യൂണിറ്റ്സുകളും കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത്? 2ഉം കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെന്താണ് ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ കൂടി ചേർന്നുകൊണ്ട് തന്നെ അത് എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ക്വാട്ടേണറി സ്ട്രക്ചറിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫോളോയിങ് നൈട്രജൻ ബേസസ് A and B. ഇവിടെ A എന്നും B എന്നും കൊടുത്തിട്ടുള്ള നൈട്രജൻ ബേസസ് ഏതാണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നൈട്രജൻ ബേസസ് ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ആളുകളുള്ളൂ. ഈ 2 ആൾക്കാരാണ് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ 2 സൈക്ലിക് റിംഗ് കാണുന്നില്ലേ? 2 1 2 അല്ലെ 2 സൈക്ലിക് റിംഗ് കാണുന്നുണ്ട്. അതാരായിരിക്കും? അത് നമ്മുടെ അഡിനിൻ ആയിരിക്കും. ഓക്കെ, ഒരെണ്ണം മാത്രമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് നമ്മുടെ യുറാസിലായിരിക്കും. കാരണം കൂടുതലും ടെക്സ്റ്റ് ബുക്കിൽ ഇവർ 2 പേരും കൊടുത്തിട്ടുള്ളതുകൊണ്ട് എപ്പോഴും എക്സാമിന് ഇവന്മാരായിരിക്കും എപ്പോഴും ചോദിക്കുക. റൈറ്റ് ദ ന്യൂക്ലിയോസൈഡ്സ് ഓഫ് ദിസ്. ഇവരുടെ ന്യൂക്ലിയോസൈഡ് എഴുതാണെങ്കിൽ അഡിനിൻ്റെ ന്യൂക്ലിയോസൈഡ്, പ്യൂരിൻസിൻ്റെ ന്യൂക്ലിയോസൈഡ് എഴുതുമ്പോൾ നമ്മൾ എന്താ ചേർക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഓസിൻ എന്ന് ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കുക? അഡിനോസിൻ എന്ന് പറയാം. ഓക്കെ, യുറാസിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പിരമിഡിൻ അല്ലേ. പിരമിഡിൻ്റെ കൂടെ പിരമിഡിൻ്റെ ന്യൂക്ലിയോസൈഡ് എഴുതുന്ന സമയം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇഡിൻ എന്ന് ചേർക്കണം അല്ലേ. അപ്പോൾ അതാണ് യൂറിഡിൻ എന്ന് കൊടുക്കാം. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്തത് എന്തായിരുന്നു? അടുത്തത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ മെൻഷൻ എനി 3 ടൈപ്സ് ഓഫ് കോഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് എൻസൈം. എൻസൈമിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും 3 കോഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആരൊക്കെ പറയാം? 3 എണ്ണം അല്ലേ. അതായത് നമ്മുടെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താണ് കോ എൻസൈംസ് ഉണ്ട്, പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, ഇതാണ് മെറ്റൽ അയോൺസ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള 3 കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെയിം ദ കോ എൻസൈം പ്രസൻറ്റ് ഇൻ ദ വൈറ്റമിൻ നിയാസിൻ. ഓക്കെ, നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ പ്രസൻറ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും മക്കളെ? നമ്മുടെ കോ എൻസൈം എന്ന് പറയുമ്പോൾ നമ്മുടെ NAD അല്ലെങ്കിൽ NADH ഇതിലൊക്കെ എന്താണ് ഈ പറയുന്ന കോ എൻസൈം പ്രസൻറ്റ് ആണ്. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ ദ കോഫാക്ടർ ഈസ് റിമൂവ്ഡ് ഫ്രം എൻ എൻസൈം. എൻസൈമിൽ നിന്ന് കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എൻസൈമിന് അതിനെന്ത് ചെയ്യും? കാറ്റലിറ്റിക് എഫിഷ്യൻസി ഇല്ലാതായി പോയി. കോഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിലാണ് അവർ നല്ല എഫിഷ്യൻ്റ് ആവും അല്ലേ. കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അവരുടെ എഫിഷ്യൻസി കുറയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എൻസൈം ലോസ് ഇറ്റ്സ് കാറ്റലിറ്റിക് എഫിഷ്യൻസി. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നു? എൻസൈമിന് അതിൻ്റെ കാറ്റലിറ്റിക് എബിലിറ്റി എന്ത് ചെയ്യുന്നു? ലോസ് ആയി പോവുകയാണ് ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ക്ലാസ് റൂം ഡിസ്കഷൻ എ സ്റ്റുഡൻറ് സെഡ് ദാറ്റ് പ്രോട്ടീൻസ് ആർ ഹോമോപോളിമർ. ഒരു ക്ലാസ് റൂം ഡിസ്കഷനിൽ സ്റ്റുഡൻറ്റ് പറഞ്ഞു പ്രോട്ടീൻസ് ഒക്കെ എന്താണ്? ഹോമോപോളിമർ ആണെന്നാണ് പറഞ്ഞത്. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് അഗ്രി ചെയ്യും? ഉണ്ടോ? ഇല്ല, നോ അല്ലേ. യെസ് അല്ല നോ ആണ് നമ്മൾ പറയുക. കാരണം എന്താണ്? പ്രോട്ടീൻസ് ആർ ഹോമോപോളിമർ ആണോ? അല്ല, പ്രോട്ടീൻസ് ആർ ഹെറ്ററോപോളിമേഴ്സ് ആണ്. കാരണം എന്താണ്?
ഹെട്രോപോളിമേഴ്സ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ്, കാരണം എന്താ മക്കളെ, അവരുണ്ടാക്കിയിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് ആണല്ലേ. ഒരേ അമിനോ ആസിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു അവരെന്താണ്, അവർ ഹോമോപോളിമർ ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ഇവർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ദേ ആർ ഹെട്രോപോളിമർ. അപ്പം നമ്മൾ എന്താ പറയുക, ബിക്കോസ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് different types of amino acid. Different types of amino acid. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയാം, അത് എന്തല്ല, അതൊരു ഹോമോപോളിമർ അല്ല, ഹെട്രോപോളിമർ ആണ്. നെയിം ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ എക്സിസ്റ്റ് ഇൻ ദ അനിമൽ വേൾഡ്. അനിമൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, കൊളാജൻ ആണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് അനിമൽ വേൾഡിൽ കാണുന്ന പ്രോട്ടീൻ. നമ്മുടെ ഫുൾ ബയോസ്ഫിയറിൽ കാണുകയാണെങ്കിൽ റുബിസ്കോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തതേ ഒരു ക്വസ്റ്റ്യൻ, ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈം ആണ്, അതിൻ്റെ റിയാക്ഷൻസ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈഡ്രോലൈസിസ് ചെയ്യുന്ന പണി എന്താ മക്കളെ, ഹൈഡ്രോലൈസിസ് ആണ് ഹൈഡ്രോളിസിസ് ഓഫ് റിയാക്ഷൻ ചെയ്യുന്നത് അല്ലേ. ഹൈഡ്രോളിസിസ് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ, അതായത് വാട്ടറിനെ ആഡ് ചെയ്യുക, അതാണ് ഹൈഡ്രോളിസിസ്. ആ റിയാക്ഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈംസ് ആണ് ഇത് ഹൈഡ്രോലൈസിസ്. ലയേസിസ് എന്തിനാണ് സഹായിക്കുന്നത്, ലയേസിസ് ആണെന്നുണ്ടെങ്കിൽ റിമൂവൽ ഓഫ് ഗ്രൂപ്പ്, ട്രാൻസ്ഫർ അല്ല, റിമൂവൽ ഓഫ് ഗ്രൂപ്പ്. ഓക്സിഡോ റിഡക്ടേഴ്സ് പറയുമ്പോൾ എന്തായിരിക്കും, പേര് പോലെ തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ചെയ്യുന്ന ആളാണ് ആര്, ഓക്സിഡോ റിഡക്ടേഴ്സ്. ഐസോമറൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഐസോമറൈസേഷൻ അല്ലേ, അതായത് എന്താണ് ഐസോമറൈസേഷൻ ആണ്, നമ്മൾ എന്താ പറയുക, ഇന്റർ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, ഐസോമറൈസസ്. ദെൻ ലിഗേസസ് ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക, ലിഗേസസ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടിക്കുന്ന ആളാണ് അല്ലേ, ലിങ്കിങ് ടുഗദർ ഓഫ് മോളിക്യൂൾസ്. ട്രാൻസ്ഫർ ആണെങ്കിൽ എന്തായിരിക്കും, ട്രാൻസ്ഫറേസ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പിനെ സഹായിക്കുന്ന ആളാണ് ആര്, ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. റെഡി അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മുടെ മോണോക്കോട്ട് സീഡാണ് കൊടുത്തിട്ടുള്ളത്. മോണോക്കോട്ട് സീഡിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാർട്സ് ആണ് നമ്മളോട് മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഏതാ മക്കളെ, ഇവിടെ ഈ പ്ലിമ്യൂളിൻ്റെ കവറിംഗ് ആയിട്ടുള്ള ഷീത്ത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോളിയോപ്റ്റൈൽ എന്ന് വിളിക്കും അല്ലേ. എന്താ വിളിക്കാം, കോളിയോപ്റ്റൈൽ. ഓക്കെ, കോളിയോപ്റ്റൈലാണ്. ഇനി ഇവിടെ ഈ ഭാഗം ഏതാ മക്കളെ, അതാണ് നമ്മുടെ 2 കൊടുത്തിട്ടുള്ള ഭാഗം ഏതാണ്, അത് നമ്മുടെ പ്ലിമ്യൂളാണ്. ഓക്കെ, പിന്നെ ഈ അടിയിലേക്ക് പോകുന്ന ഏതാണ്, അത് നമ്മുടെ റാഡിക്കിളാണ്. റാഡിക്കിളിനെ കവർ ചെയ്തിട്ട് കോളിയോറൈസിൻ്റെ, പിന്നെ ഇവിടെ മാർക്ക് ചെയ്യാത്തതുകൊണ്ട് മിസ് അത് അവിടെ കൊടുക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ലെയർ അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എല്യൂറോൺ ലെയർ എന്ന് വിളിക്കും, എല്യൂറോൺ ലെയർ എന്ന് വിളിക്കും. അപ്പോൾ ഇതേപോലെ മോണോക്കോട്ട് സീഡ് നന്നായി പഠിച്ചു വെച്ചാൽ മോണോക്കോട്ട് സീഡിൻ്റെ ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് എ ആൻഡ് ബി. ഓക്കെ, ഇവിടെ എ എന്നും ബി എന്നും കൊടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് ഏതാണ് മക്കളെ, എന്ന് കൊടുത്തിട്ടുള്ള ഏതാണ്, ഓവർ സുപ്പീരിയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഏതായിരിക്കും, ഇത് നമ്മുടെ ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഓവർ ഇൻഫീരിയർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, അത് നമ്മുടെ എപ്പിഗൈനസ് ഫ്ലവർ ആണ്. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിളും കൂടെയാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈപ്പോഗൈനസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഹായ് മൂസ ചൈന ബ്രിഡ്ജിൽ പോയിന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഹായ് മൂസ ചൈന ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഹൈപ്പോഗൈനസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ചൈന ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ചൈന റോസ് ബ്രിഞ്ചാൾ ആലോചിക്കാം, മൂസ എന്ന് പറയുമ്പോൾ മസ്റ്റാർഡ് ആലോചിക്കാം. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ എഴുതാം, മസ്റ്റാർഡോ ചൈന റോസോ ഏത് വേണമെങ്കിലും എഴുതാം. മുസ്ബത്തൊക്കെ അതിന് മസ്റ്റാർഡ് കൊടുക്കുന്നുണ്ട്. എപ്പിഗൈനസിന് എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ കുക്കു ഗോയെ പോയാലും എന്ത് ചെയ്യുന്നു, സൺബാത്ത് ചെയ്യുന്നു ആലോചിച്ചാൽ മതി അല്ലേ. എപ്പോൾ എന്ന് പറയുമ്പോൾ എപ്പിഗൈനസ്, കുക്കു എന്ന് പറയുമ്പോൾ കുക്കുംബർ, ഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സൺബാത്ത് ചെയ്യുമ്പോൾ നമ്മുടെ സൺഫ്ലവറിൻ്റെ റേ ഫ്ലോറൻസ് അതിന് എക്സാമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയാം, നമ്മുടെ ഇപ്പോൾ തൽക്കാലത്തിന് മെസ്സേജ് കുക്കുംബർ കൊടുക്കുന്നുണ്ട്, ക്യുക്കുംബർ. റെഡി, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ, ഇവിടെ നമ്മുടെ റൂട്ടിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ABC ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞൂടെ, ഇതിൽ A എന്ന് പറയുന്ന ഭാഗം എന്താണ്, മെച്യൂർ ആയിട്ടുള്ള ഈ റൂട്ട് ഹെയർസ് ഒക്കെ കാണുന്ന ഭാഗം, അതാണ് എന്ത്, റീജിയൺ ഓഫ് മെച്ചുറേഷൻ. ഓക്കെ, ഇതാണ് റീജിയൺ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ B എന്ന് പറയുന്നത് എന്താണ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൺ ഓഫ് ഇലോങ്ങേഷൻ ആണ് അല്ലേ, റീജിയൺ ഓഫ് ഇലോങ്ങേഷൻ ആണ്. അവിടെയാണ് ഇലോങ്ങേഷനെ സഹായിക്കുന്ന ഇതൊക്കെ ഉള്ളത്. ഓക്കെ, റീജിയൺ ഓഫ് ഇലോങ്ങേഷൻ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ C എന്ന് പറയുന്ന ഭാഗം എന്തായിരിക്കും മക്കളെ, അവിടെ റൂട്ട് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ റൂട്ട് ക്യാപ്പ് ഏത് ഭാഗത്തിലേക്കും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, അത് നമ്മുടെ റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി അല്ലേ, അവിടെയാണ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ളത് അല്ലേ. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ. അപ്പോൾ ഇത് ഇത്രയാണ് റീജിയൺ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചെയ്ത് നോക്കാം. ഐഡൻറ്റിഫൈ ദ ഫാമിലി. ഈ പറയുന്ന ഫ്ലോറൽ ഡയഗ്രാം കാണുന്ന ഫാമിലി ഏതാണ് മക്കളെ, ഏത് ഫാമിലിയിലാണ് കാണുക, അത് നമ്മുടെ സൊളാനേസിയേ. ഇനി റൈറ്റ് ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് ഫാമിലി. ഈ ഫാമിലിയുടെ ഏതെങ്കിലും 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാം, നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം അല്ലേ. അതായത് സെപ്പൽസ് 5 ഉണ്ട്, അത് യുണൈറ്റഡ് ആണെന്ന് എഴുതാം.
ഓക്കെ, വാൽവേറ്റ് ഏസ്റ്റുവേഷൻ ആണെന്ന് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ പെറ്റൽസും ഈ പറഞ്ഞ പോലെ തന്നെ 5 ഉണ്ട്, യുണൈറ്റഡ് ആണ് എന്ന് എഴുതാം. അതേപോലെ തന്നെ വാൽവേറ്റ് ഏസ്റ്റുവേഷൻ ആണ് പെറ്റൽസും കാണിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സ്റ്റേമെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പി പെറ്റാലസ് കണ്ടീഷനാണ്, 5 ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കവിടെ എഴുതാം. എപ്പി പെറ്റാലസ് 5 സ്റ്റേമൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കവിടെ എഴുതാം. ഓക്കെ, ഇത് മിസ് കുറച്ചെണ്ണം ഇതേപോലത്തെ അതിൻ്റെ ഈ ഫ്ലോറൽ ഡയഗ്രം തന്നിട്ട് ഫീച്ചേഴ്സ് ചോദിക്കും. റൈറ്റ് ദ നെയിം ഓഫ് 2 എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഫാമിലി അല്ലേ, ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ്. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ചോദിച്ചാൽ ഏതൊക്കെ എഴുതാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ എഴുതാം, അതെന്തായിട്ടാണ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. പിന്നെ അതേപോലെ തന്നെ സ്പൈസ് ആയിട്ട് ചില്ലി ഉണ്ട്. ഓക്കെ, സ്പൈസ് ആയിട്ട് ചില്ലി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബെല്ലാഡോണ, അശ്വഗന്ധ, ഇതൊക്കെ എന്താണ് മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. റെഡി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ഗിവൺ ബിലോ ആൻഡ് ലേബൽ ദ പാർട്സ്. ഓക്കെ, ഏതാണ് മക്കളെ? ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റത്തെ ഇത് കൊടുത്തിട്ടുള്ള എന്താണ്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഈ ഇതിൻ്റെ ഇടയിലായിട്ട് ക്യാമ്പിയം ഉണ്ട് അല്ലേ. അപ്പോൾ ക്യാമ്പിയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? ക്യാമ്പിയം പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയും അല്ലേ. ഇതിനാണെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഫസ്റ്റ് ഭാഗം എന്താണ്, ഇത് നമ്മുടെ ഈ ഭാഗം എന്ന് വെച്ചാൽ എന്താണ്, ഫ്ലോയമാണ്. അടിയിലാണ് എന്തുണ്ടായിരിക്കുക, സൈലം ഉണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ ഫ്ലോയം 3 എന്ന് പറയുന്നത് ഫ്ലോയം, 5 എന്ന് പറയുന്നത് സൈലം, അതിൻ്റെ ഇടയിൽ കാണുന്ന 4 എന്ന് പറയുന്ന ഭാഗം ഏതാണ്, നമ്മുടെ ക്യാമ്പിയം. ഓക്കെ, ക്യാമ്പിയം പ്രസന്റ് ആണെങ്കിൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ എന്ന് വിളിക്കും. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് അതിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇവിടെ എക്സാർക്ക് സൈലം ഉണ്ട്. ഓക്കെ, എക്സാർക്ക് സൈലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതിലായിരിക്കും കാണാം, സ്റ്റെം, റൂട്ട്, ലീഫ്, ഇതിലേതിലാണ് കാണുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എക്സാർക്ക് എന്ന് പറയുമ്പോൾ അത് എന്തിലായിരിക്കും, അത് റൂട്ടിലല്ലേ കാണുക, റൂട്ടിലാണ് കാണുക. ഇനി പ്രസൻസ് ഓഫ് ഹൈപ്പോഡാമസ് കാണുന്നത് ഏതിലായിരിക്കും, അത് നമ്മുടെ സ്റ്റെമ്മിലായിരിക്കും കാണുക. ഇനി പാലിസൈഡ് സെൽസ്, പാരങ്കൈമ സെൽസ്, അത് കാണുന്ന ആർക്കായിരിക്കും, ലീഫിലായിരിക്കും അത് കാണുന്നുണ്ടായിരിക്കും അല്ലേ, പാലിസൈഡ് പാരങ്കൈമ സെൽസ് കാണാൻ. ഇനി കൺജോയിൻഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് കാണുന്ന ഏതിലായിരിക്കും, അത് നമ്മുടെ ഡൈക്കോട്ടിലാണ് പ്രത്യേകമായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, സ്റ്റെമ്മിൽ കാണുന്നു. പിന്നെ അതേപോലെ തന്നെ കാരണം റൂട്ടിലാണെങ്കിൽ റേഡിയൽ വാസ്കുലർ ബണ്ടിലല്ലേ കാണുക. ഇനി എൻഡോഡാമസ് വിത്ത് കാസ്പേരിയൻ സ്ട്രിപ്സ്, അത് ഏതിലായിരിക്കും കാണുക, അത് നമ്മുടെ റൂട്ടിലായിരിക്കും കാസ്പേരിയൻ സ്ട്രിപ്സ് കാണുക. ലാർജ് എംപ്റ്റി ബുള്ളിഫോം സെൽസ്, അത് കാണുന്ന ഏതിലായിരിക്കും, അത് നമ്മുടെ ലീഫിലായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം രണ്ട് വീതം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാരത്തോണിൽ ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഫുൾ ക്വസ്റ്റ്യൻസും അതേപോലെ മോർണിംഗ് ബൂസ്റ്ററിലെ നമ്മുടെ ചാപ്റ്റർ ഒന്നും കൂടെ നിങ്ങൾക്ക് ചാപ്റ്റർ വിത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മോർണിംഗ് ബൂസ്റ്റർ നമ്മൾ സെറ്റ് ആക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഹലോ +1 ഫാമിലി. സോ നമ്മുടെ +1 ബയോളജിയിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. മസിൽസ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നമ്മൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ് ടു മസിൽ കോൺട്രാക്ഷൻ വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കാം. അപ്പോൾ അത്രയും ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റ് വൺ ആണ്, ദ പ്രോസസ് ഇൻവോൾവ് ഇൻ മസിൽ കോൺട്രാക്ഷൻ ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഏതായിരിക്കും വരിക? ആദ്യം നമുക്കറിയാം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് സിഗ്നൽ വരണം അല്ലേ. സിഗ്നൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? സാർക്കോപ്ലാസം റെറ്റിക്കുലത്തിൽ നിന്ന് കാൽഷ്യം സാർക്കോപ്ലാസത്തിലോട്ട് റിലീസ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്, റിലീസ് ഓഫ് Ca2+ ഇൻടു ദ സാർക്കോപ്ലാസം. ദെൻ ഈ കാൽഷ്യം നേരെ പോയി ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു? ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് സൈറ്റ് ഫോർ മയോസിൻ എന്ത് ചെയ്യുന്നു? എക്സ്പോസ്ഡ് ആവുന്നു. അപ്പോൾ ഇതാണ് അഞ്ചാമത്തത്. ഓക്കെ, ഈ ഒരു ഓർഡർ ആണ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മസിൽ ഫൈബേഴ്സ് ആർ 2 ടൈപ്സ്. റെഡ് ഫൈബേഴ്സ് ഉണ്ട്, വൈറ്റ് മസിൽ ഫൈബേഴ്സ് ഉണ്ട്. ദെൻ നെയിം ദ റെഡ് കളർ പിഗ്മെന്റ് ഇൻ ദ മസിൽ ഫൈബർ. റെഡ് കളർ പിഗ്മെന്റിനെ നമ്മൾ എന്താ പറയാം? മയോഗ്ലോബിൻ എന്ന് പറയും അല്ലേ, മയോഗ്ലോബിൻ. ഇനി ഇല്ലുസിഡേറ്റ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ റെഡ് ഫൈബർ ആൻഡ് വൈറ്റ് ഫൈബർ. ഒരു 3-4 പോയിന്റ് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്കറിയാം റെഡ് മസിൽ ഫൈബറും വൈറ്റ് മസിൽ ഫൈബറും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ മയോഗ്ലോബിൻ കണ്ടന്റ് കൂടുതലായിരിക്കും അല്ലേ. ഹൈ ലെവൽ ഓഫ് മയോഗ്ലോബിൻ കണ്ടന്റ് ആണ് റെഡ് ഫൈബേഴ്സിലുള്ളത്. ദെൻ വൈറ്റ് മസിൽ ഫൈബേഴ്സിൻ്റെ കേസിലാണെങ്കിലോ, വൈറ്റിലാണെങ്കിൽ മയോഗ്ലോബിൻ കണ്ടന്റ് ലോ ആയിരിക്കും. ഇനി ഇവിടെ മൈറ്റോകോൺഡ്രിയ കൂടുതലായിരിക്കും. മൈറ്റോകോൺഡ്രിയ കൂടുതലായിരിക്കും. വൈറ്റിലാണെങ്കിൽ എന്തായിരിക്കും? മൈറ്റോകോൺഡ്രിയയുടെ അളവ് കുറവായിരിക്കും. ഇവിടെ സാർക്കോപ്ലാസ്മ റെറ്റിക്കുലം എന്ന് പറയുന്നത് കുറവാണ്. ഇവിടെ സാർക്കോപ്ലാസ്മ റെറ്റിക്കുലം എന്തായിരിക്കും? കൂടുതലാണ് വരുന്നത്. ഇവിടെ
എന്ത് നടക്കുന്നു? എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നു. ഇവിടെയാണെങ്കിൽ എനറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ എനറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള മസിൽ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഫെറ്റീക്ക് ആവുന്നു അല്ലേ, പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണെങ്കിലോ ലെസ് ആയിട്ടാണ് ഫെറ്റീക്ക് ആവുന്നത്, പെട്ടെന്നൊന്നും മസിൽസ് ക്ഷീണിച്ചു പോകുന്നില്ല. ഓക്കെ, അപ്പോൾ റെഡ് മസിൽ ഫൈബറും വൈറ്റും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഒരു 4 ഡിഫറൻസ് നിങ്ങൾ എക്സാമിന് ഷുവർ ആയിട്ടും പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ ഫിഗർ എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള സെയിം കാര്യമാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആക്റ്റിൻ ഫിലമെന്റ് ആണ് അല്ലേ, ഇത് ആക്റ്റിൻ ഫിലമെന്റ് ആണ്. രണ്ടാമത് എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് നമ്മുടെ മയോസിൻ ഫിലമെന്റ് ആണ്, മയോസിൻ ഫിലമെന്റ്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ആണ് നെയിം ദ സബ് യൂണിറ്റ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും സബ് യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എയുടെ സബ് യൂണിറ്റ് ഏതാണ്? ജി ആക്റ്റിൻ ആണ്, ഗ്ലോബുലാർ ആക്റ്റിൻ അല്ലെങ്കിൽ നിങ്ങൾ എഫ് ആക്റ്റിൻ എന്ന് എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും, ഫിലമെന്റസ് ആക്റ്റിൻ എന്ന് എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും. ഓക്കെ, ഇനി മയോസിൻ്റെ ആണെങ്കിലോ മെറോമയോസിൻ ആണ്. ഈ മെറോമയോസിൻ നോക്കുന്ന സമയത്ത് അവിടെ HMM ഉണ്ട് അല്ലേ, അതായത് ഹെവി മെറോമയോസിൻ ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് മെറോമയോസിൻ ഉണ്ട്, LMM ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മയോസിൻ ഫിലമെന്റിന്റെ സബ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ബേസ്ഡ് ഓൺ ദ ഡയഗ്രാം ഗിവൺ ബിലോ ക്യാൻ യു റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ സാർക്കോമിയർ ഡ്യൂറിങ് മസ്കുലാർ കോൺട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾ എന്ത് എഴുതണം? മസിൽ കോൺട്രാക്ഷനിൽ സാർക്കോമിയറിൽ നടക്കുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം ഐ ബാൻഡിന്റെ കാര്യം എഴുതാം. ഐ ബാൻഡ് ഷോർട്ടൺ അല്ലെ, ഐ ബാൻഡ് ചെറുതാവുന്നുണ്ട്. സെറ്റ് ലൈൻ കംസ് ക്ലോസർ, എച്ച് സോൺ റെഡ്യൂസസ് അല്ലെ, അതായത് ഐ ബാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തോട്ട് വരുന്നുണ്ട്. അതിനനുസരിച്ച് സെറ്റ് ലൈനും എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തോട്ട് വരുന്നുണ്ട്. എച്ച് സോൺ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എ ബാൻഡ് റിമെയിൻസ് ദ സെയിം. A band remains the same. ഈ 4 പോയിന്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ ബയോളജിയിൽ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. അപ്പോൾ ഇനിയും മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ ലൈവിലോട്ട് ജോയിൻ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക.